എന്നാ ഒരു കട്ടറണ്ടിക്ക്. ആഹാ, അപ്പു നല്ല ഉറക്കമാണല്ലോ. പിന്നെ എടാ ഇവിടെ അടുത്ത് പള്ളി വക ഒരു സ്കൂളുണ്ട്. സിലബസ് എല്ലാം CBSE തന്നെ, പക്ഷേ നിലവാരം പോരാ. നിലവാരം എന്തായാലും കുഴപ്പമില്ല, എനിക്ക് ഉടനെ ഒരു ജോലി കിട്ടണം. ഇവിടത്തെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ ഒരു ജോലി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടില്ല. എന്തിനും ഞാൻ റെഡി, പക്ഷെ കാശ് കിട്ടണം. ഞാനതല്ല ആലോചിക്കുന്നത്. രഘുവിനെ സംബന്ധിച്ച് ഒരു മർഡർ വിറ്റ്നസ് ആണ് അപ്പു. അവൻ ചെയ്ത കൊലയുടെ ഏക സാക്ഷി. രഘു തേടി വന്നാലോ? വരില്ല. എന്നാ ഉറപ്പ്? പണത്തിന് വേണ്ടി ഞാൻ ഫൈറ്റ് ചെയ്യില്ലെന്ന് അവനറിയാം. പക്ഷെ അപ്പുനെ തൊട്ട് കളിച്ചാൽ കളി മാറും, അതും അവനറിയാം. പോയവരെ ആ വഴി പോട്ടെ, അവരെ ഫോളോ ചെയ്ത് പൊല്ലാപ്പുണ്ടാക്കാൻ മാത്രം വിട്ടിയല്ല രഘു. പക്ഷെ ബേസിക്കലി ഭീരുവാണ്. തന്നെയുമല്ല, നന്ദു അവിടെ നിൽക്കുന്നു. അവളെ തനിച്ച് കിട്ടുന്നതല്ലേ അവന് ലാഭം. അല്ല, കിട്ടിയാൽ ലാഭമാണ്, പക്ഷെ കിട്ടുവോ? വറീച്ചൻ അന്ന് പറഞ്ഞപ്പോ ഞാനത് അത്ര വിശ്വസിച്ചില്ല. പക്ഷെ ഇന്നെനിക്ക് ഉറപ്പാ, നന്ദുവിനെ അവന് കിട്ടുകയില്ല ഒരു കാലത്തും. അല്ലെങ്കിലും കൊലച്ചതിയിൽ എന്റെ ഇറക്കം ചെയ്തത് ശരിക്കും പേടി തട്ടി കാണും. സ്വന്തം തള്ള ചത്ത് കിടക്കുന്ന ആ പെണ്ണ് നേരിട്ട് കാണുകയല്ലേ? പക്ഷേ അതൊരു കൊലപാതകമായിട്ടൊന്നും ആരും സംശയിക്കില്ല. വർഷങ്ങളായിട്ട് വായു വലിച്ചു കിടന്ന ഒരു തള്ള ചത്തു, സ്വാഭാവികം. നിന്ന നിലയിൽ നന്ദു രഘുവിനെതിരായിട്ട് തിരിയൊന്നുമില്ല. പക്ഷേ വറീച്ചൻ പറഞ്ഞതുപോലെ അപ്പു വെച്ചുകൊടുത്ത പാരയുടെ മുള പതുക്കെ കറക്റ്റ്. സംശയം, ഭയം അത് വളരും. വിത്തിൻ 1 year രഘു പുറത്താവുന്നത് ഉറപ്പാ. ചട്ടനും അതോ ഗതി. ഉണ്ടായിരുന്ന പോലീസ് പണിയും കളഞ്ഞു കുളിച്ച് ഇത്രയും കാലം മുതലാളി കളിച്ച് നടന്നു. ഒരു സുപ്രഭാതത്തിൽ അതൊക്കെ നഷ്ടപ്പെടുക എന്ന് വെച്ചാൽ അവൻ നന്ദുവിനെ അപായപ്പെടുത്തിയാലോ? ഇല്ല, അവനൊന്നും ചെയ്യില്ല. അപ്പും ദേവരാജനും മിസ്സിംഗ് ആണെന്നേ ഉള്ളൂ, ചത്തിട്ടില്ല. നന്ദുവിന് എന്തെങ്കിലും സംഭവിച്ചാൽ സ്വാഭാവികമായിട്ടും തന്റെ മോനും ചാടി വീഴുമെന്ന് അവനറിയാം. അവൻ അങ്ങനെയല്ലേ ചിന്തിക്കാൻ പറ്റൂ. ഞങ്ങള് കാണാൻ പറയത്ത, പക്ഷെ ഞങ്ങൾക്ക് രഘുവിനെ കാണാം. നീ ഇവിടെ കാണുമെന്ന് രഘു ഊഹിച്ചാലോ? ഒരു സിമ്പിൾ ലോജിക്. അത് ഞങ്ങളിവിടെ ഇല്ലല്ലോ. നിങ്ങൾ ഇവിടെ ഇല്ലല്ലോ. നന്ദു രഘുവിനെ സംശയിച്ച് ഭയന്ന് ഉടക്കി അടിച്ച് പിരിഞ്ഞു വരാൻ മിനിമം 6 months to 1 year എടുക്കും. അതിനുള്ളിൽ ഞങ്ങൾ ഇവിടെ സ്ഥലം വിടും. ദിസ് ഈസ് ഓൺലി എ ടെമ്പററി സെറ്റിൽമെന്റ് പറയിച്ച. അല്ല, നീ അങ്ങോട്ടാ പോകുന്നേ? സ്ഥലമൊന്നും തീരുമാനിച്ചിട്ടില്ല. അത് ഈ പ്രദേശത്ത് നിന്ന് കിട്ടുന്ന ചിക്കിലിയുടെ ബലം പോലെ ഇരിക്കും. ഒരു പുരോഹിതൻ എത്ര ശ്രമിച്ചാലും ഒരു പക്കാ ക്രിമിനലിന്റെ ലെവലിലേക്ക് ഉയരാൻ പറ്റില്ല പറയിച്ച. എന്നാലും വെറുതെ ശ്രമിച്ച സമയം കളയണ്ട. ഞാൻ ഈ പാണ്ടിക്കാരന്റെ മില്ലൊരു പണി കിട്ടുമെന്ന് നോക്കട്ടെ. ശരി ശരി. Saturday, sharp 10 a.m. Damn punctual bastard. Good morning. Good morning. I am Devarajan. Can I meet your MD please? ആ ക്രെയിൻ ലോറിയിൽ വന്ന ആളാണോ? അതെ. Good morning. വരൂ, MD വെയിറ്റ് ചെയ്യണം. Welcome. I am Williams. Good morning to you, Mr. No. ആ പേര് ഞാൻ വിളിക്കില്ല. I know. It's a nickname. See, ഇനി അങ്ങോട്ട് we are friends. So, ഒരു വട്ടപ്പേര് വേണ്ട. By the way, what's your real name? ശരിയായ പേര് അത് തന്നെ. Hey, I don't believe. അത് തന്നെയാണ് സർ. ഡ്രൈവിംഗ് ലൈസൻസ്, റേഷൻ കാർഡ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി. Central Jail. Sit down, please. I'm sorry, sir. I appreciate your punctuality. സമയത്തിന്റെ വില അറിയാവുന്നയാൾ, ആയുസ് കൂട്ടാനും കുറയ്ക്കാനും അറിയാവുന്നയാൾ. I am a little nervous. സത്യം പറയാമല്ലോ, this is the first time in my whole life I am talking to a hired killer. വാടക കൊലയാളി. പണം, I will not bargain. But ആള് വിശ്വസ്തനായിരിക്കും. അത് മാത്രമേ ഞാൻ അവനോട് ആവശ്യപ്പെട്ടുള്ളൂ. He chose the right man. Dracula, the prince of darkness. അന്ധകാരത്തിന്റെ രാജകുമാരൻ. എനിക്ക് തന്റെ ഈ അറ്റയർ ഇഷ്ടപ്പെട്ടുള്ളൂ. Can I fix a drink? എനിക്കും വേണം ഒരു വിറ്റലൈസർ. കാര്യങ്ങൾ സംസാരിച്ച് തുടങ്ങണമെങ്കിൽ 2 അടിക്കണോളൂ. താങ്ക് യു സർ. സാറ് പറഞ്ഞ സമയത്ത് ഞാൻ വന്നു, കണ്ടു, പരിചയപ്പെട്ടു. ഐ എം സാറ്റിസ്ഫൈഡ്. ബാക്കി ഡീറ്റെയിൽസ് നാളെ സംസാരിച്ചാലോ? Why? ബിക്കോസ് യു ആർ അപ്സെറ്റ്. ടേക്ക് റെസ്റ്റ്. നാളെ നമ്മൾ വീണ്ടും കാണുമ്പോഴേക്കും നമ്മൾ പരിചയക്കാരായിട്ടുണ്ടാവും. അപ്പൊ ഈ വെപ്രാളമൊക്കെ മാറും. Okay. Time? 10 AM. Where do you stay? None of your business.
സിസ്റ്ററെ, അപ്പു മറിച്ചനൊക്കെ ഇവിടെ? ദേവരാജ് സാർ പോയ പിറകെ അപ്പു ഒന്ന് ഛർദ്ദിച്ചു. അത് സാരമില്ല, യാത്രയുടെയാ. പോകുന്ന വഴിക്ക് കണ്ണി കണ്ടതൊക്കെ വലിച്ചു വാരി തിന്നപ്പോഴാ ഞാൻ പറഞ്ഞ. ഞാനൊക്കെടാ. അതെ, ഞങ്ങൾ ഇച്ചിരി ഇഞ്ചിനീര് ഇടിച്ചു പിഴിഞ്ഞു കൊടുത്തു. അത് കുടിച്ചിട്ട് സുഖമായിട്ട് ഉറങ്ങി. പിന്നെ ഉച്ചയ്ക്ക് ഊണൊഴിക്കാൻ വിളിച്ചപ്പോ വീണ്ടും ഒന്നുകൂടി ഛർദ്ദിച്ചു. അതിലൊരിത്തിരി ഇത്തിരി എന്നതാ സിസ്റ്ററെ? ഇത്തിരി ബ്ലഡ് ടിഞ്ച് ഉണ്ടായിരുന്നു. ത്രോട്ട് ഇൻഫെക്ഷൻ ആയിരിക്കും എന്ന് അച്ഛൻ പറഞ്ഞേ. അപ്പുവിന് ടോൺസിലൈറ്റിസ് ഉണ്ടായിരുന്നോ? ഐസിയു എവിടെ? ദേവരാജ, നീ എന്തോ നീ കാണിക്കുന്നത്? എന്നാ പറയിച്ച എന്റെ കുഞ്ഞിന് എന്നാ പറ്റി? പതുക്കെ പറയാം, ഡോക്ടർ ഒന്ന് വന്നോട്ടെ. നീ കിടന്ന് വെപ്രാളപ്പെടാതെ. കുട്ടിയുടെ ഫാദറാ ഡോക്ടർ നിസാർ. പ്ലീസ് കം വിത്ത് മീ. ചെല്ലേ. ദേവരാജിന്റെ വീട് കേരളത്തിലായ സ്ഥിതിക്ക് ട്രീറ്റ്മെന്റിന് ഇവിടെ സൗകര്യം ഇല്ലാഞ്ഞിട്ടല്ല. ബട്ട് യു ആർ അലോൺ ഹിയർ. കുട്ടിക്ക് അടുപ്പമുള്ള ആരെങ്കിലും കൂടെ വേണം സഹായത്തിന്. സി, ആസ് എ പ്രൊഫഷണൽ ഞാൻ എന്റെ പേഷ്യൻസിനോട് കള്ളം പറയാറില്ല. സ്ഥിതി അല്പം മോശമാണ്. ഇൻക്യൂറബിൾ എന്ന് ഞാൻ പറഞ്ഞില്ല. There are treatments. It's better that you go to the RCC Trivandrum. ഹോസ്പിറ്റലിന്റെ പേര് കേട്ട് ഭയപ്പെടണ്ട. മെഡിസിൻസ്, മോഡ്സ് ഓഫ് ട്രീറ്റ്മെന്റ് എല്ലാം ഡേ ബൈ ഡേ അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പുവിനെ സംബന്ധിച്ച് നോക്കിയാൽ ബയോപ്സി പോലുള്ള ഡീറ്റെയിൽ ടെസ്റ്റ് ഒന്നും നടന്നിട്ടില്ല. എങ്കിലും എന്റെ ഒരു ഫസ്റ്റ് ഒബ്സർവേഷൻ പറഞ്ഞ ചാൻസസ് ഹൈ, വെരി ഹൈ. ഭേദപ്പെടാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഹൗ മച്ച്? I beg your pardon? അപ്പു രക്ഷപ്പെടാനുള്ള ചാൻസസ് എത്രയാണെന്ന്? എത്ര %? ദേവരാജ, ആയുസിന്റെ കണക്കാ നീ ഡോക്ടറോട് ചോദിക്കുന്നത്. ഇതൊക്കെ അവരുടെ കയ്യിലാണോ? ഡോക്ടർ പറയട്ടെ. 50-50. ഞാൻ ഒരുപാട് ആലോചിച്ചു. നിനക്ക് പിടിക്കലെന്ന് വെച്ച് പറയേണ്ടത് പറയാതിരുന്നാൽ ശരിയാവില്ല. അപ്പുവിന് വേണ്ടിയല്ലേ? മോശപ്പെട്ട ഒന്നും അറിയിച്ചാൻ പറയില്ലെന്നറിയാം. ഇതിത്തിരി മോശപ്പെട്ടതാണ് എന്ന് നിനക്ക് തോന്നാം. പക്ഷെ എനിക്കങ്ങനെ തോന്നാത്തത് കൊണ്ടാണ് പറയുന്നത്. നന്ദുവിന് വിവരം അറിയിക്കണം. നന്ദു വരട്ടെ, ഇത് അവളുടെയും കുഞ്ഞല്ലേ. ഡോക്ടറോട് ഞാൻ ചോദിച്ചു. RCCയിലെ ചികിത്സക്കെല്ലാം കൂടി മിനിമം 2-3 ലക്ഷം രൂപ വരും. അത് മിനിമം. കാര്യത്തിലെടുക്കുമ്പോൾ തുക കൂടാ. ഇനി മിനിമത്തിൽ നിന്നാലും അതിന് കാശെവിടെ? എന്നെയും നിന്നെയും കണ്ടിട്ട് അദ്ദേഹം RCC സജസ്റ്റ് ചെയ്തത്. കൈ കാശുണ്ടെങ്കിൽ ഈ രോഗത്തിന് വിദേശ ചികിത്സയാണ് നല്ലത്. ദേവരാജ, ധർമാശുപത്രി കിടക്കേണ്ടവനല്ല അപ്പു. ഹീസ് റിച്ച്. കോടീശ്വരയുടെ അമ്മയുടെ ഏക മകൻ, മാധവൻ തമ്പിയുടെ കൊച്ചുമോൻ. പാങ്ക്രിയാസിലൊരു ചെറിയ വളർച്ച എന്നൊക്കെ പറഞ്ഞാൽ സായിപ്പിനത് പുല്ല. ചുമ്മാ ഒരു മുള്ളെടുത്ത് മാറ്റുന്ന പണിയേ ഉള്ളൂ അവർക്ക്. പക്ഷെ ചക്രം വേണം. അത് നിന്റെ കയ്യിലില്ല, എന്റെ കയ്യിലും ഇല്ല. എന്നാൽ നന്ദുവിന്റെ കയ്യിലുണ്ട്. ദേവരാജ, നമ്മുടെ അപ്പു രക്ഷപ്പെടാനുള്ള ചാൻസ് 50-50 അല്ല, 100% ആണ്. നീയായിട്ട് അതിന് ഇടങ്കോൽ ഉണ്ടാക്കരുത്. അവള് കൊണ്ടുപോട്ടെ അവിടെ കൊച്ചിനെ. അവൻ ആയുസോടെ ഇരിക്കുന്നത് നമുക്ക് ദൂരെ നിന്നെങ്കിലും കാണാമല്ലോ. അച്ഛൻ ആലോചിക്കുന്നതിന് മുമ്പേ ഞാനത് മനസ്സിൽ ഉറപ്പിച്ച കാര്യ. പക്ഷേ കണ്ടീഷൻസ് വെക്കാതെ ദേവരാജ, ഞാൻ ഇപ്പൊ തന്നെ നന്ദുവിനെ വിളിക്കാം. നന്ദുവിനെ വിളിക്കണം. വിളിക്കുന്ന വരീച്ചന്ദ്രന്റെ ആകം വേണം. നന്ദു വരും. അപ്പുവിനെ കൊണ്ടുപോകും. ലോകത്ത് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ചികിത്സ അവന് കൊടുക്കും. അപ്പുവിനെ നമുക്ക് ജീവനോട് കിട്ടുകയും ചെയ്യും. മതി. പക്ഷെ അതിനു മുമ്പ് എനിക്കൊരു ജോലി ചെയ്തു തീർക്കാനുണ്ട്. എന്താ? സാധാരണ ജോലിയല്ല, ഒരു തന്തയുടെ കടമ. ചട്ടനും മോനും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഏത് ഡോക്ടർ ആയുസ് നീട്ടിട്ട് കൊടുത്താലും അപ്പൂന് എന്ത് പ്രയോജനം അറിയിച്ച? മർഡർ വിറ്റ്നസ് ആണ് അവൻ. കൊന്നുകളയവര്. എനിക്ക് 2 ഓപ്ഷനേ ഉള്ളൂ. ലോറി വിറ്റും ഡോക്ടർമാരുടെ കാല് പിടിച്ചും സാമ്പിൾ മരുന്ന് കൊടുത്തും പാതി മുക്കാലുമായിട്ട് എന്റെ മോനെ കൊല്ലുക. എന്നിട്ട് എന്റെ മകൻ എന്റെ കൈ കിടന്നാണ് മരിച്ചെന്ന് സെന്റിമെന്റ്സ് പറയുക. ഏതാ രണ്ടാമത്തെ ഓപ്ഷൻ? രണ്ടാമത്തെ ഓപ്ഷൻ അല്ല, ഡിസിഷനാ. എന്താ അത്? ചട്ടനെ മോനെ ഞാൻ കൊല്ലും. ദേവരാജ,
രണ്ടും ചത്തെന്ന് ഉറപ്പായ ഞാൻ മറീച്ചനെ വിളിക്കും. എന്റെ സ്ഥാനത്തുനിന്ന് ബാക്കിയെല്ലാം ചെയ്ത് തീർത്തേക്കണം. ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ മരിക്കുന്നത് ബിബ്ലിക്കലല്ലേ മറീച്ച? അതിലെന്താ തെറ്റ്? സംസാരിച്ചത് മതി. നീ ഇപ്പൊ ദേവരാജനല്ല, ഡ്രാക്കുളയാ. പഴയ ഡ്രാക്കുള ദേവരാജൻ. He chose the right man. Dracula, the prince of darkness. അന്ധകാരത്തിന്റെ രാജകുമാരൻ. ഞാൻ കൊന്നില്ലെങ്കിലും മറ്റാരെങ്കിലും അത് ചെയ്യും. ആ പണം വാങ്ങി അപ്പനെ രക്ഷിക്കുന്നതിൽ എന്താ തെറ്റ്? ഡ്രാക്കുള ദി പ്രിൻസ് ഓഫ് ഡാർക്ക്നെസ്. ആ പണം ഒരു തെറ്റാണോ റീച്ച? ഏത് പണം? 2 lakhs അഡ്വാൻസ്, ബാക്കി 3 lakhs ജോലി കഴിഞ്ഞ്. അവളുടെ മരണം ഡോക്ടേഴ്സ് സ്ഥിരീകരിക്കണം. റിഗർ മോർട്ടിസ് ബിഗിൻസ്. മരണാനന്തര ജീർണത തുടങ്ങിയിരിക്കുന്നു. അത്രയും പറഞ്ഞു കിട്ടിയാൽ മതി. യു ഗോട്ട് ഇറ്റ്? ആരാണ് ഈ അവൾ? അവൾ അതെന്തിനാണ് ഞാൻ തന്നോട് മറച്ചു വെച്ചത്? ഐ എം എ ബ്ലഡി ഫൂൾ. ഷീ ഈസ് മൈ വൈഫ്. പെണ്ണാണെന്ന് വിചാരിച്ച് അതൊരു ഈസി ടാർഗറ്റ് ആണെന്ന് ധരിക്കണ്ട. അതെന്താ, നിങ്ങളുടെ ഭാര്യ കൊമ്പുണ്ടോ? ഏത് കോപ്പിലെ ടാർഗറ്റ് ആയാലും പെണ്ണല്ലേ, നമുക്ക് നിരത്തി കളയാൻ ചേട്ടാ. ബിഹേവ് യുവർസെൽഫ്. ഓ, ചേട്ടാന്ന് വിളിച്ച ആശാൻ ഇഷ്ടപ്പെട്ടില്ലല്ലേ? സ്വന്തം ഭാര്യയെ വെടിവെച്ച് കൊല്ലാൻ ഒരു കൊലയാളി ഏൽപ്പിക്കാം, എന്നിട്ടാണ് അവന്റെ മുമ്പിൽ ഒരു ഫാൾസ് പ്രസ്റ്റീജ്. ഒരുപാട് മസിൽ പിടിക്കല ചേട്ടാ. വിട്ടുകള, റിലാക്സ്. ഫണ്ണി ഫെലോ. 3 ബുള്ളറ്റോ? ബാക്കി 3 ബുള്ളറ്റ് എവിടെ? ഓ, 3 മുതലാളി ലക്കി നമ്പർ അല്ലേ? ആയിക്കോട്ടെ. നെയിം ആൻഡ് ഐഡന്റിറ്റി ഓഫ് ദ വിക്ടിം പ്ലീസ്. ഈ സാധനം വേണ്ടിയിരുന്നില്ല. സഹിച്ചല്ലേ പറ്റൂ. സ്ഥലം ഇതായി പോയില്ലേ? ശങ്കർ, നിങ്ങൾക്ക് വില്യംസിനെ കുറിച്ച് എന്തറിയാം? അയാൾ വേണമെന്ന് വെച്ചാ ഐ എം ഓൾറെഡി ഫിനിഷ്ഡ്. വേണമെന്ന് വെക്കാനുള്ള ദുർബുദ്ധി അയാൾക്ക് തോന്നല്ലേ എന്നാണ് എന്റെ പ്രാർത്ഥന. ഉറവ് പറ്റാത്ത പശുവിനെ എന്തിനു കൊല്ലണം? അങ്ങനെ ആശ്വസിച്ചാണ് ഇപ്പൊ എന്റെ ഉറക്കം. ഈ ഫയൽ ആരെങ്കിലും ഒന്ന് ക്ലോസ് ചെയ്തേ പറ്റൂ. നമ്മൾ വിചാരിച്ചാലും ചിലതൊക്കെ നടക്കും. ഒന്നും നടക്കില്ല. നമ്മൾ പ്ലാൻ ചെയ്ത ആള് പുറപ്പെടുന്നതിന് മുൻപ് 100 പേരറിയും. സിനിമാ താരമല്ലേ, തന്നെ ഒന്നും ചെയ്ത് ശീലമില്ലല്ലോ ശങ്കരൻകുട്ടി. കഥയൊരുത്തൻ, തിരക്കഥ വേറൊരുത്തൻ, സംവിധാനം, ഫോട്ടോഗ്രാഫി, ചപ്പ് ചവറ്, ഇതൊക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് വരുമ്പോ നേരം വെളുക്കും. അയാൾ അതല്ല. ഹീ നോസ്. കൊള്ളാവുന്ന ഒരുത്തൻ ഇന്നെന്റെ മുറിയിൽ ഒളിച്ചിരിപ്പില്ലെന്ന് എന്താ ഉറപ്പ്? ശിവറാമാണ്. ഹലോ, ഹായ്. Yeah, we just on our way. I miss you. ശങ്കറിന്റെ ഇപ്പോഴും ജെയിംസ് ബോണ്ട് ഇൻഫ്ലുവൻസാ. ബാത്ത് ടബിനകത്ത്, കട്ടിലിനടിയില്, ബ്യൂറോയുടെ ഉള്ളില്. അതാണല്ലോ ഇയാൻ ഫ്ലെമിംഗ് സ്റ്റൈൽ. ഇപ്പോഴത്തെ രീതി ഇതൊന്നും അല്ല ശങ്കര. നേരെ ഇങ്ങ് വരും. സമയം ശരിയല്ലെങ്കിൽ നമ്മള് പോയി. സിനിക്കൽ ബ്രാറ്റ്സ്. ഞാൻ കേട്ടു. ബ്രാറ്റ്, BRAT, കുരുത്തം കെട്ടത്. ഞാൻ പോവാ. സാന്ദ്ര പോയിക്കോട്ടേന്ന്. പ്ലീസ്. ഞാൻ റൂമിലുണ്ടാവും. God bless you. Be here. Yes, sir. പതുക്കെ. Sir. ഹലോ വില്യംസ്, എന്തായി? പകല് മുഴുവൻ ഞാൻ പ്രതീക്ഷിച്ചു. ആരെയും കണ്ടില്ല. കാണില്ല. നിശാചരനാണ്. ദ പ്രിൻസ് ഓഫ് ഡാർക്ക്നെസ്. ജെമിനിക്ക് സംശയമുണ്ട്. സംശയം എന്നെയല്ലേ? യു ആർ സേഫ്. കാര്യങ്ങൾ ഊഹിച്ചെടുക്കാൻ അവൾ എന്നും മിടുക്കിയാണ്. എന്ത് കാര്യം, എല്ലാം അവസാനിക്കാൻ പോവുകയല്ലേ. അത് പോട്ടെ. വാട്ട്സ് യുവർ പ്രോഗ്രാം? ഞാൻ പോകുന്നു.
ഉടനെയല്ല, എല്ലാം കഴിഞ്ഞ്. ആളെപ്പോ വരും? വന്നടോ ശങ്കര. എവിടെ? അവിടെ തന്നെ. ഏ ടേൺ ലെഫ്റ്റ്. അയ്യോ, ആരാ ആരാ? എന്റെ മുഖം ഇവിടെ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അല്ലേ? പക്ഷേ ശങ്കറിന് ഇങ്ങനെ ഒരു മുഖം ഉണ്ടെന്ന് ഞാൻ നേരത്തെ അറിഞ്ഞു. പ്രാരാബ്ധക്കാരനാണ് സാർ. ഗതികേടുകൊണ്ടാ ഇത്. കുറച്ച് പണവും കിട്ടും. അതവിടെ പറഞ്ഞാൽ മതി. എവിടെ? കാലക്കെണ്ണി പരിപാടി പൊളിഞ്ഞെന്ന് വെക്കാം, പോലീസ് പിടിക്കും. അപ്പൊ അവിടെ അത്രയ്ക്ക് പേടിയാണ് നമുക്ക് ഈ പരിപാടി വേണ്ടെന്ന് വെച്ചാലോ? പാവം ജീവിച്ചു പോയിക്കോട്ടെ. ജമിനിയുടെ അവിടെ ഒരു കാവൽക്കാരുണ്ടല്ലോ, അടി കൊടുക്കേണ്ട കേസാ. എന്റെ ആളാ സാർ. അപ്പൊ തല്ലണ്ട, വിട്ടോ. Stop! I said stop! Who are you? ദേവരാജൻ? ശങ്കർ സത്യസന്ധനാണ്. വില്യംസിനോടെങ്കിലും. വെയിറ്റ്, അത് അയാളാ, വില്യംസ്. ആ ഞാനാ. കഴിഞ്ഞു. Shot 11. You have done it. Yes. Gemini is no more. Thank you very much. തനിക്ക് ബാക്കി പണം വേണ്ടേ? Come back man, come back. ആ സെൽ ഫോൺ എടുക്കാൻ മറക്കണ്ട, അതിൽ എന്റെ നമ്പർ ഉണ്ടാവും. Come back man, come. ശങ്കർ, മൈ ഹാർട്ട് ഫെൽറ്റ് കണ്ടോളൻസ്. പോയടോ, തന്റെ മാഡം പോയി. ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ അവളുടെ ആത്മാവിന് വേണ്ടി നീ പ്രാർത്ഥിക്കും. ഓക്കെ? വെർ ആർ യു? കം ബാക്ക് മാൻ. തനിക്കെന്താ ഒരു പേടി പോലെ? ബാക്കി പണം വേണ്ടേ? വേണം. മടങ്ങി വാടോ. ഐ ഫീൽ അഷേംഡ്. എന്റെ പണം കൊണ്ട് ആളായവനെ പേടിച്ച് ഞാൻ ഓടുന്നു. അവൻ വലിയ രാജവെമ്പാല സ്റ്റൈലില് 2 ലക്ഷം രൂപ നിങ്ങൾക്ക് എറിഞ്ഞു തന്നില്ലേ? അതെന്റെ പണവാ. ആ ഫാക്ടറി, ഓഫീസ് എല്ലാം എന്റെയാ. ഞാനില്ലെങ്കിൽ ഹൗ കുഡ് യു അഫോർഡ് സച്ച് തിങ്സ്? ഹൂസ് ഹി ആഫ്റ്റർ ഓൾ? പെറ്റി മീൻ, വെറും ഒരു ഡൂക്ലി. അതെ, വില്യംസ് അതാണ്. ജമിനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഞാൻ ഒന്നും ചെയ്യാൻ കഴിയില്ല. ശങ്കർ പോലും അവന്റെ ആളല്ലേ. തൽക്കാലം ജമിനി രക്ഷപ്പെട്ടു. പക്ഷേ യഥാർത്ഥ ഡ്രാക്കുള, ദ റിയൽ കില്ലർ, ഈസ് ഓൺ ഹിസ് വേ. അതാരാണ്? എനിക്കറിയില്ല. ദൈവം നമ്മളെ കൈവിട്ടില്ല. അല്ലെങ്കിൽ ഇത്തരമൊരു ഫോൾസ് ഐഡന്റിറ്റി വില്യംസിനെ പോലെ ഒരു ബോൺ ക്രിമിനൽ അങ്ങനെ സംഭവിച്ചുകൂടാത്തതാണ്. പക്ഷെ സംഭവിച്ചു. ജമിനിക്ക് ജീവൻ തിരിച്ചു കിട്ടി, എനിക്ക് കുറച്ച് പണം. തൽക്കാലം രക്ഷപ്പെട്ടെങ്കിലും ജമിനി പക്ഷേ ഇപ്പോഴും അവന്റെ റേഞ്ചിനുള്ളിൽ തന്നെയാണ്. ഭയപ്പെടുത്താൻ പറഞ്ഞതല്ല, അതാണ് റിയാലിറ്റി. എന്റെ മുമ്പിൽ അഭിനയിച്ചതുപോലെ കൊലയും കൊലയാളിയും എന്തെന്നറിയാത്ത ശിശുവൊന്നുമല്ല വില്യംസ്. ആണോ? ഒരു കാര്യം പറഞ്ഞാൽ തെറ്റിദ്ധരിക്കൂ. പറയൂ. വില്യംസും ജമിനിയും പലതും പലരോടും മറച്ചു വെച്ചിട്ടുണ്ട്. എനിക്കാരോടും ഒന്നും മറയ്ക്കാനില്ല. ഒന്നും അറിയാത്ത പുണ്യാളത്തിലുള്ള പുറകെ കൊലയാളികൾ നടക്കാറില്ല. ഉപ്പ് വാരി തിന്നണമെന്നില്ല പെങ്ങളെ. ലേശം ഓവർഡോസ് ആയാലും മതി, വെള്ളം കുടിക്കും. അതെന്തോ എന്റെ ബിസിനസ് അല്ല. ജന്മാന്തര ബന്ധങ്ങൾ ചിലത് ബാക്കിയുണ്ടാവും. അല്ലെങ്കിൽ ഇങ്ങനെ രണ്ടാമത്തെ തവണയും ജമിനി എന്റെ കൈ കൊണ്ട് തന്നെ രക്ഷപ്പെടണമെന്നില്ലല്ലോ. ആയുസോടെ എവിടെയോ ജീവിച്ചിരിപ്പണെന്ന് കേൾക്കുന്നത് തന്നെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ടാ പറയുന്നത് കിട്ടുന്ന വഴിക്ക് മദ്രാസിലേക്ക് കയറിപ്പോവാൻ. ഇതൊരു ഒളിച്ചോട്ടമല്ല. വില്യംസ് തീരെ പ്രതീക്ഷിക്കാത്ത ഒരു സേഫ് എസ്കേപ്പ് റൂട്ട്. അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഓക്കെ, വേണ്ട. ഇവിടെ നിന്ന് ഫൈറ്റ് ചെയ്യാൻ പോകുന്നു. പറ്റുമോ? കൂട്ടിന് എന്നെ പ്രതീക്ഷിക്കണ്ട. ഒറ്റയ്ക്ക് പറ്റില്ല. പറ്റും. സെയിം കറൻസിൽ അങ്ങോട്ടും ഡീൽ ചെയ്യുക. കൊള്ളാവുന്നവർ തന്നെ കത്തിയും കൊടുത്ത് പറഞ്ഞു വിടുക. കാര്യമുണ്ടോ? ഇല്ല. സോ ഒറ്റ വഴിയുള്ളൂ. തൽക്കാലം മദ്രാസിലേക്ക് വണ്ടി കയറുക, പോലീസിൽ അഭയം തേടുക. എന്താ പോലീസ് അരിഷ്ടമല്ലേ? പോലീസ് കേട്ടപ്പോ ഞെട്ടുന്നു. വില്യംസിനെ കുറിച്ച് എല്ലാം അറിയാന്നും പറയുന്നു, പോലീസിനെ അറിയിക്കാനും പറയുന്നു. മദ്രാസിലാണെങ്കിലും ഓഫീസേഴ്സ് എല്ലാം അയാളുടെ ഫ്രണ്ട്സാ. സോ വാട്ട്? ഒരു സെലിബ്രിറ്റി സൂപ്പർ സ്റ്റാർ ആണ് പറയുന്നത് ജീവന് ഭീഷണിയുണ്ടെന്ന്. ഫ്രണ്ട്ഷിപ്പ് ഒക്കെ അവിടെ നിൽക്കും. ആക്ഷൻ എടുത്തേ പറ്റൂ. ആരും തിരിച്ചറിയില്ല. പറഞ്ഞത് മറക്കണ്ട. പോലീസ്. രക്ഷപ്പെടാൻ പോലീസ് അല്ലാതെ മറ്റൊരു മാർഗം എന്നോട് പറഞ്ഞിരുന്നല്ലോ. സെയിം കറൻസിയിൽ അങ്ങോട്ടും ഡീൽ ചെയ്യുക,
കൊള്ളാവുന്ന ഒരുത്തനെ കത്തിയും കൊടുത്ത് അയക്കുക. പറഞ്ഞില്ലേ അങ്ങനെ? അത് സീരിയസ് ആയിട്ട് എടുത്തോ? എടുത്തു. ഞങ്ങളിൽ ഒരാളെ ഇനി ജീവിച്ചിരിക്കാവൂ. അത് ഞാനായിരിക്കണം. അപ്പോന് വേണ്ടി ഒരു കൊല നടത്താൻ പോലും ഒരുങ്ങിയതല്ലേ. എനിക്ക് വേണ്ടി ബാക്കി കിട്ടാനുള്ള 2 ലക്ഷവും നഷ്ടപ്പെടുത്തി. അത് വേണ്ട, ഞാൻ കോമ്പൻസേറ്റ് ചെയ്യാം. This is 3 lakhs. Take it. Kill him. Kill Williams. Save me. Please.